സോണിയയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള AI ഫോട്ടോ പങ്കുവച്ചതിന് കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യത്തെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും പിന്നെ വിട്ടയച്ചു. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സുബ്രഹ്മണ്യന്റെ ആദ്യത്തെ പ്രതികരണം. അതോടൊപ്പം ഇതേ ചിത്രം പങ്കുവച്ച BJP സംസ്ഥാന അധ്യക്ഷനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നും ചോദിക്കുന്നുണ്ട് KPCC രാഷ്ട്രീയകാര്യ സമിതി നേതാവായ N സുബ്രഹ്മണ്യൻ. ഇതേ പടം അപ്ലോഡ് ചെയ്ത രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോഴും കേസില്ല. കഴിഞ്ഞ നവംബർ 29 ഞാൻ ഷെയർ ചെയ്ത അതേ പടം രാജീവ് ചന്ദ്രശേഖരൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസില്ല. CJP ബന്ധമാണ് അതിന് കാരണം. രാഷ്ട്രീയ പ്രേരിതമെന്ന N സുബ്രഹ്മണ്യന്റെ വാദം നമുക്ക് അംഗീകരിക്കാം. പക്ഷെ എന്തിനാണ് കേരള പോലീസ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കുന്നത്? നമുക്ക് ആദ്യം N സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ ദൃശ്യങ്ങൾ ഒന്ന് നോക്കാം. ഈ കാണുന്നതാണ് N സുബ്രഹ്മണ്യൻ പങ്കുവച്ച പോസ്റ്റ്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ കാരണം എന്തായിരിക്കുമെന്നാണ് ആ ചിത്രത്തിന്റെ തലക്കെട്ട്. 2 ചിത്രങ്ങൾ സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒന്ന് വ്യാജമാണ്, എഡിറ്റഡ് ആണ്. മുഖ്യമന്ത്രി പോറ്റിയുടെ ചെവിയിൽ പിടിക്കുന്ന ആ പടം. പിന്നീട് ഈ പോസ്റ്റ് N സുബ്രഹ്മണ്യൻ എഡിറ്റ് ചെയ്തു. ഒരു ചിത്രം ഡിലീറ്റ് ചെയ്തു. ഏത് ചിത്രം? മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ പിടിക്കുന്ന ചിത്രം. സുബ്രഹ്മണ്യന്റെ എഡിറ്റ് ഹിസ്റ്ററിയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എന്തായിരുന്നു N സുബ്രഹ്മണ്യന്റെ ആവശ്യം? രാജീവ് ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുക്കണം. നമുക്ക് ഇനി എന്താണ് രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് ചെയ്തതെന്ന് കൂടി വിശദമായി തന്നെ നോക്കാം. ഈ കാണുന്നതാണ് നവംബർ 29 രാജീവ് ചന്ദ്രശേഖർ ഇട്ട പോസ്റ്റ്. ആ പോസ്റ്റിൽ 4 ചിത്രങ്ങളുണ്ട്. 2 എണ്ണം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ, 2 എണ്ണം ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ. ഈ 4 ഫോട്ടോയും ഒറിജിനൽ ആണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോയും ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേരള പോലീസ് കേസെടുക്കേണ്ടത്?